ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ സിംബേനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോവുകയാണ്. നമ്മളൊരു ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്. സോ അവന് മനസ്സിലായി നമ്മൾ പുറത്ത് പോകാമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ കിടന്ന് പരാക്രമം കാണിക്കുന്നത്. സോ അവനിങ്ങനെ കാറിലൊക്കെ കയറിപ്പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ്. കാറിന് ചുറ്റും ഓടുക, അതെല്ലാമായിരുന്നു പുള്ളിക്കാരൻ്റെ പരിപാടി. അപ്പം മമ്മി ജസ്റ്റ് ഒന്ന് ഡോറൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ആൾ തന്നെ തള്ളി കയറും കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും പോവാമെന്നുള്ള രീതിക്കാണ് ആൾ ഡോക്ടറെ കാണാനാ പോണേന്നൊന്നും ആൾക്ക് അറിയില്ല. എന്തും ചാടിത്തുള്ളി പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം ബാക്കിയുള്ള മേള എന്താണ് ഏതാണെന്നൊക്കെ. അവൻ്റെ ഏറ്റവും വലിയ കമ്പാനിയനാണ് ഡാഡി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറെ ആരും വേണ്ട. അപ്പോൾ ഡാഡി ഒന്ന് പുറത്തോട്ടൊന്ന് പോയി. അപ്പോൾ അതാണ് ഈ കിടന്ന് നോക്കണം, വരുന്നില്ലേ, നമ്മൾ പോകണില്ലേ എന്നുള്ള രീതിക്കൊക്കെ ഡാഡി വരുന്നവരാൾ റെസ്റ്റ്ലെസ്സാണ്. ഡാഡി ഉണ്ടെങ്കിലേ ആൾക്ക് ഉണ്ടോ, ഡാഡി വരുന്നുണ്ടോ കയറുന്നുണ്ടോ അതൊക്കെ നോക്കിയിരിപ്പാണ് ആൾ. ആളുടെ ഇഷ്ട സ്ഥലമാണ് രണ്ടുപേരുടെ നടുക്ക് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ചെറുതിലൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ പപ്പയുടെ മമ്മിയുടെ നടുക്ക് നുഴഞ്ഞു കയറി കിടക്കൂലേ, ആ ഒരു സെയിം ഇത് തന്നെയാണ് ഇവിടെ ആൾക്ക്. എത്ര കയ്യും കാലും വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നടുക്ക് ഇങ്ങനെ തല വെച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വന്നിട്ട് മമ്മി കയറിയിട്ടില്ല, അതാണ് ഈ നോക്കണം. മമ്മി ഗേറ്റ് അടയ്ക്കാൻ പോയി, മമ്മി എന്താ കയറാത്ത എന്നുള്ള രീതിക്കുള്ള നോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. നമ്മൾ മണ്ണൂത്തിക്കാണ് പോകുന്നത്, വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. 2 വീക്സ് ബിഫോർ അങ്ങനെ ഒരു ചെറിയ ബ്ലഡിൽ എന്തോ പാരസൈറ്റ് എന്തോ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ആൾ ഇങ്ങനെ ഇരുന്നോളും, ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ മിക്കപ്പോഴും ടൈമിൽ ആളിങ്ങനെ നടുക്കിയിരിക്കലാണ് അവരുടെ മെയിൻ ഹോബി. നമുക്കിങ്ങനെ ഇവനെയും കൊണ്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലൊക്കെ ഇവനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു എന്താ കാറിൽ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇവനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇവനെയും കൂട്ടി വരും. അങ്ങനെ നമ്മളെത്തി, മണ്ണൂത്തി വെറ്റിനറി ഹോസ്പിറ്റലിലെത്തി. കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല, 9 മണിക്ക് കൗണ്ടർ ഓപ്പൺ ആവും. അപ്പോൾ നേരത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മമ്മി ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ മുൻപൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിറച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ ലേറ്റായിട്ട് വരുമ്പോൾ നിറച്ച് ഓരോ ബ്രീഡ് ഡോഗ്സോ അല്ലെങ്കിൽ ക്യാറ്റ് അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അധികം ആരെയും കാണുന്നില്ല, നമ്മൾ വളരെ നേരത്തെ വന്നുകൊണ്ടായിരിക്കും. ഇവിടെ വന്ന ആൾ റെസ്റ്റ്ലെസ്സാണ്. ഇങ്ങനെ മണത്ത് അപ്പം ഇങ്ങനെ പിന്നാലെ കൊണ്ട് നടക്കണം. എൻ്റെ പിന്നാലെ പോകാൻ പപ്പയെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ആളിങ്ങനെ അവൻ്റെ താളത്തിനൊത്ത് നിന്ന് അങ്ങനെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രീഡ്സ് വരുന്നുണ്ട്. നമുക്ക് ചിലരെ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ, വയ്യാതെ വരുന്നത്. ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും എന്താ പറയുക ഒരു ബേബി തന്നെയാണ് സത്യം പറഞ്ഞാൽ. സിംബയാണെങ്കിൽ അതെ, നമ്മുടെ വീട്ടിലെ നമ്മളൊരു ബേബി എങ്ങനെ വീട്ടിലുണ്ടാവും അതേപോലെയാണ് അവൻ നമ്മുടെ വീട്ടിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും അവരുടെ കെയറും ആ ഒരു ടേക്ക് കെയറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. അങ്ങനെ അവൻ്റെ ഒരു റൗണ്ട് കറക്കൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ടോക്കൺ നമ്പർ വിളിച്ച് നമ്മൾ നേരത്തെ വന്നുകൊണ്ട് 4ാമത്തെ നമ്പർ തന്നെ കിട്ടി. നേരത്തെ വന്ന ഓർമ്മയിൽ അവൻ്റെ മെഡിക്കൽ റൂം കണ്ട വശം പുറകോട്ട് ഒറ്റ ഓട്ടം. പിന്നെ പപ്പ അവിടെ നിന്ന് പോയി ഓടി എടുത്തിട്ടാണ് അവരുടെ ടേബിളിൽ വെച്ചത്. അങ്ങനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും പിന്നെ ഫീക്കലിൻ്റെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആൾ ആദ്യം കുറേ റെസ്റ്റ്ലെസ് ആയിരുന്നു, പിന്നെ ഓക്കെ ആയി. കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കുറച്ച് നേരം അനങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു, പപ്പ അടുത്തുള്ളത് കാരണം. ഡാഡി ഉണ്ടെങ്കിൽ പിന്നെ
അവനോട് പറയാൻ നമ്മൾ ഡാഡി എന്ന് പറയാട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ആൾ ഇറങ്ങി വീണ്ടും ഈ കറക്കം തന്നെ കറങ്ങാൻ വേണ്ടി പോകലായിരുന്നു. അപ്പോൾ പപ്പയാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകും കേട്ടോ. ആൾ ഭയങ്കര ഇവനായിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പോൾ അതാ അവിടെ എവിടെയോ ആ ജനറേറ്റർ കുറേ എവിടെയോ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിസൾട്ടിന് വേണ്ടി കുറച്ച് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അവർ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവർ അവസാനം പപ്പയ്ക്ക് മടുത്തു. പിന്നെ ഒരു കാറിൽ കയറി ഇരിപ്പായി. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി. കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു അളവിൽ പാരസൈറ്റ് ഉണ്ട്. അപ്പം ഒരു ആഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ താ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ. നമ്മൾ രാവിലെ വന്നതാണ്. അപ്പോൾ ഇതാ അങ്ങനത്തെ നമ്മുടെ ചെക്കൻ ബാക്ക് ടു പൊസിഷൻ, അവൻ്റെ പൊസിഷൻ റീഗെയിൻ ചെയ്തവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ വീടെത്തി. ഒന്നും പറയണ്ട. വീട്ടിൽ കയറിയപ്പോൾ തന്നെ പകുതി ആശ്വാസം എന്നുള്ള പോലെയായിരുന്നു അവൻ്റെ ഇരിപ്പ്. അങ്ങനെ അവൻ സെറ്റിലായി. കുറേ വെള്ളം കുടിച്ചു. നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയതില്ലേ എന്ന് വെച്ചിട്ട് നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി. ആളിതാ കുശാലാണ്, ഉറക്കമായി. കാരണം അവൻ്റെ സ്ഥിരം പ്ലേസാണ് ആ ഒരു കോർണർ. അതങ്ങനെ കിടന്നോളും. പിന്നെ മലന്നും കമന്നും വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പായി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്.